ബംഗളൂരുവിൽ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് 22-കാരിയെ നിയമവിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു. കോടിഹള്ളി സ്വദേശിനിയായ അമൃതയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോടിഹള്ളി സ്വദേശികളായ ധനുഷ്, സഹോദരൻ സൂര്യ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാപകൽ നടന്ന അരും കൊലയുടെ ഞെട്ടലിലാണ് ബംഗളൂരുവിലെ കോടിഹള്ളി ഗ്രാമം. കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ് പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന് പെൺകുട്ടിയെ ഓടിച്ചിട്ട് കുത്തിക്കൊന്നു. 3 ദിവസത്തോളം ആശുപത്രിയിൽ ജീവനായി പോരാടിയ ശേഷം ഒടുവിലവൾ മരണത്തിന് കീഴടങ്ങി. മൂന്ന് വർഷം മുമ്പാണ് ഒരു ചടങ്ങിൽ വെച്ച് അമൃതയുടെ കുടുംബം ധനുഷുമായി പരിചയപ്പെടുന്നത്. ഈ പരിചയം പിന്നീട് അമൃതയും ധനുഷും തമ്മിലുള്ള പ്രണയത്തിലേക്ക് വഴിമാറി. എന്നാൽ ധനുഷ് നേരത്തെ വിവാഹിതനാണെന്ന വിവരവും ഭാര്യയുമായി വേർപിരിഞ്ഞ ഇയാൾക്ക് ഒരു കുട്ടിയുണ്ടെന്ന കാര്യവും അമൃതയിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ധനുഷിന്റെ വഞ്ചന അമൃത തിരിച്ചറിയുന്നത്. തുടർന്ന് അമൃത ധനുഷിനെ ചോദ്യം ചെയ്യുകയും ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇരു കുടുംബങ്ങൾ തമ്മിലും തർക്കം നിലനിന്നിരുന്നു. അമൃതയുടെ സഹോദരൻ തേജസിനെ ധനുഷും സഹോദരൻ സൂര്യയും ചേർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് പറയുന്നു. തങ്ങളുടെ താൽപര്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണി. ഒടുവിൽ ധനുഷും സഹോദരനും ചേർന്ന് അമൃതയെ വകവരുത്താൻ പദ്ധതിയിടുകയായിരുന്നു. ജൂലൈ 13-ന് അമൃതയുടെ വീട്ടിലെത്തിയ സൂര്യ ആദ്യം അമൃതയുടെ അമ്മയുമായി വഴക്കിടുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ നിന്നിറങ്ങി ഓടിയ അമൃതയെ സൂര്യ പിന്തുടർന്നെത്തി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ക്രൂരമായി കുത്തി വീഴ്ത്തുകയായിരുന്നു. അമൃതയെ പകയൊടുങ്ങും വരെ സൂര്യ ആക്രമിച്ചു. ശരീരമാസകലം മാരകമായി കുത്തേറ്റ അമൃത ചോര വാർന്ന് റോഡിൽ വീഴുകയായിരുന്നു. അമൃതയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയായ സൂര്യയെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ ഓടിച്ചിട്ട് പിടികൂടി. പ്രകോപിതരായ ജനക്കൂട്ടം പ്രതിയെ കൈകാര്യം ചെയ്ത ശേഷമാണ് പോലീസിന് കൈമാറിയത്. നാട്ടുകാർ ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ അമൃതയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 ദിവസത്തോളം ജീവനായി പോരാടിയ ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ അമൃത മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്രതികളായ ധനുഷ്, സൂര്യ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.